പശ്ചിമേഷ്യ വീണ്ടും ലോകത്തെ ഒരു നിർണായക ചോദ്യത്തിന് മുന്നിൽ നിർത്തുകയാണ്. ശരിക്കും എന്താണ് ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ സംഭവിച്ചത്? യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ 3 അത്യാധുനിക അമേരിക്കൻ F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നാണ് ഇറാന്റെ IRGC അവകാശപ്പെടുന്നത്. എന്നാൽ ഒരു മിസൈൽ പോലും ലക്ഷ്യത്തിലെത്തിയില്ല എന്നും യാതൊരു നാശനഷ്ടവും ഉണ്ടായില്ല എന്നുമാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ മറുപടി. ഇതിനിടയിൽ പുറത്തുവന്ന ചിത്രങ്ങളും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഖേഷദ്വീപിൽ ഒരു കുടുംബം കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോപിക്കുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിന് പ്രതികാരമായാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇറാന്റെ വിശദീകരണം. ശരിക്കും സത്യം എന്താണ്? യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സുപ്രധാന സൈനിക താവളം ആക്രമിക്കപ്പെട്ടോ? അതോ ഇത് യുദ്ധത്തിനൊപ്പമുള്ള മറ്റൊരു വിവര യുദ്ധമാണോ? പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷത്തിന്റെ ഈ അധ്യായം ലോകരാഷ്ട്രീയത്തെയും മേഖലയുടെ സുരക്ഷയും എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. IRGC പുറത്തുവിട്ട പ്രസ്താവനയിൽ അമേരിക്ക ഇറാനെ നേരിട്ടുള്ള യുദ്ധത്തിൽ നേരിടാൻ കഴിയാത്തതിനാലാണ് ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ഖേഷദ്വീപിനെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതെന്ന് ആരോപിക്കുന്നു. ചാട്ടാങ്കോ പ്രദേശത്തെ 2 താമസ വീടുകൾ കനത്ത ബോംബ് ആക്രമണത്തിനിരയായതായും അതിലൊരു അച്ഛനും അമ്മയും അവരുടെ കുട്ടികളിൽ ഒരാളും കൊല്ലപ്പെട്ടതായും മറ്റ് 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും IRGC അവകാശപ്പെടുന്നു. ഈ ആക്രമണമാണ് തങ്ങളുടെ പ്രതികാര നടപടിക്ക് കാരണമായതെന്നാണ് സംഘടനയുടെ വിശദീകരണം. ഈ സംഭവത്തിന് പിന്നാലെയാണ് ജോർദാനിലെ അൽ അസ്രാക്കിലുള്ള മുവാഫക് സാൾട്ടി വ്യോമതാവളം ലക്ഷ്യമിട്ട് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായി IRGC പ്രഖ്യാപിച്ചത്. ആക്രമണത്തിൽ അമേരിക്കയുടെ 3 F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായി തകർന്നുവെന്നും മറ്റു 3 വിമാനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. കൂടാതെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയിലും സാങ്കേതിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന നിരവധി അമേരിക്കൻ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കൊല്ലപ്പെട്ടതായും സംഘടന അവകാശപ്പെടുന്നു. ഈ അവകാശവാദങ്ങൾ ശരിവെക്കുന്ന സ്വതന്ത്ര തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. IRGCയുടെ പ്രസ്താവന സൈനിക നടപടിയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ സന്ദേശം ഉൾക്കൊള്ളുന്നു. ജോർദാനിലെ മാന്യരും വിവേകികളുമായ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറക്കിയ സന്ദേശത്തിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ജോർദാനിലെ ചില വിഭാഗങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. അമേരിക്കൻ സൈനിക സാന്നിധ്യം അവസാനിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നു. മേഖലയിലെ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുക എന്നത് ഇറാന്റെ ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുകളുമായി ഈ സന്ദേശം പൊരുത്തപ്പെടുന്നതാണെന്ന് നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പൂർണ്ണമായും വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചത്. ഇറാൻ വിക്ഷേപിച്ച എല്ലാ മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞുവെന്നും ഒരു വിമാനത്തിനോ സൈനിക ഉപകരണത്തിനോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും സെൻകോം അറിയിച്ചു. F-35 യുദ്ധവിമാനങ്ങൾ നശിച്ചെന്ന IRGCയുടെ അവകാശവാദം അമേരിക്ക നിഷേധിച്ചു. ഇതോടെ സംഭവത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ 2 ഔദ്യോഗിക വിവരണങ്ങളാണ് ലോകത്തിന് മുന്നിലുള്ളത്. തുടർന്ന് അമേരിക്കയുടെ ഈ നിഷേധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുവാഫക് സാൾട്ടി വ്യോമത്താവളത്തിലെ ഒരു അറ്റകുറ്റപ്പണി ഹാങ്കറിന് കേടുപാടുകൾ സംഭവിച്ചതായി കാണിക്കുന്ന ചിത്രങ്ങളാണ് IRGC പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് F-35 പോലെയുള്ള ആധുനിക യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ഉപയോഗിക്കുന്നതായി അവകാശപ്പെടുന്ന ഹാങ്കറിന്റെ മേൽക്കൂരയിലും ഉൾഭാഗത്തും ഘടനാപരമായ നാശനഷ്ടങ്ങൾ ദൃശ്യമായിരുന്നുവെന്നാണ് IRGCയുടെ വിശദീകരണം. എന്നാൽ ഈ ചിത്രങ്ങളുടെ യഥാർത്ഥ ഉറവിടം, ചിത്രീകരിച്ച സ്ഥലം, സമയക്രമം എന്നിവ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അവയെ അന്തിമ തെളിവായി കണക്കാക്കാൻ കഴിയില്ല. ഫോട്ടോകൾക്കൊപ്പമുള്ള സന്ദേശത്തിൽ സെൻസർഷിപ്പ് അവസാനിപ്പിച്ച് ലോകത്തിന് കൃത്യമായ വിവരങ്ങൾ നൽകണം. ആക്രമണകാരി ശിക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം ലോകം നേരിട്ട് കാണട്ടെ എന്നായിരുന്നു IRGCയുടെ പ്രതികരണം. ഈ പ്രസ്താവനയിലൂടെ അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണങ്ങളെ വിശ്വാസ്യതയില്ലാത്തവയായി ചിത്രീകരിക്കാനാണ് സംഘടന ശ്രമിച്ചത്. യുദ്ധകാലത്ത് വിവര നിയന്ത്രണവും പ്രചാരണവും സൈനിക ഏറ്റുമുട്ടലുകൾക്കൊപ്പം തന്നെ പ്രധാന ആയുധങ്ങളായി മാറുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായാണ് ഇതിനെ കാണുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഓപ്പറേഷൻ നാസർ 2, ഓപ്പറേഷൻ സഖേ എന്നീ പേരുകളിൽ നടക്കുന്ന വ്യാപകമായ പ്രതികാര നടപടികളുടെ ഭാഗമെന്നാണ് വിശദീകരണം. പാകിസ്ഥാൻ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക ലംഘിച്ചുവെന്നും അതിനുശേഷമാണ് തെക്കൻ ഇറാനിലെ വിവിധ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം ആരംഭിച്ചതെന്നുമാണ് IRGCയുടെ വാദം. അതിനു മറുപടിയായാണ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പറയുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾക്കും സ്വതന്ത്ര സ്ഥിരീകരണം ആവശ്യമാണ്. ജോർദാനിലെ മുവാഫക് സാൾട്ടി വ്യോമതാവളം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് സുപ്രധാനമായ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന ആധുനിക യുദ്ധവിമാനങ്ങൾക്കും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും പിന്തുണ നൽകുന്ന പ്രധാന ലോജിസ്റ്റിക് കേന്ദ്രമെന്ന നിലയിലാണ് ഇതിന്റെ പ്രാധാന്യം. അതിനാൽ ഈ താവളത്തിന് യഥാർത്ഥത്തിൽ കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അമേരിക്കയുടെ മേഖലാതല സൈനിക പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും ഉയരുന്നു. അതേസമയം അമേരിക്ക ഈ വിലയിരുത്തലുകൾ അംഗീകരിച്ചിട്ടില്ല. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് മാത്രം ചുരുങ്ങുന്നില്ല.
ഓരോ ആക്രമണത്തിനും പിന്നാലെ വിവരയുദ്ധം, മനഃശാസ്ത്രപരമായ സമ്മർദ്ദം, രാഷ്ട്രീയ സന്ദേശങ്ങൾ, അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങൾ എന്നിവയും ഒരേ സമയം സജീവമാകുന്നു. ജോർദാനിലെ അമേരിക്കൻ താവളത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദവും അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എന്താണെന്നത് സ്വതന്ത്ര സ്ഥിരീകരണങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാകൂ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ മേഖലയുടെ സുരക്ഷയും ആഗോള രാഷ്ട്രീയത്തെയും ഇനിയും ശക്തമായി സ്വാധീനിക്കാൻ ഇടയാകുമെന്ന് ഉറപ്പാണ്.